നെക്സ്റ്റ് നമ്മൾ പഠിക്കുന്നത് ബൂട്ട്സ്ട്രാപ്പിൽ വിഡ്ത്ത് ആൻഡ് ഹൈറ്റ് എങ്ങനെ സെറ്റ് ചെയ്യാമെന്നാണ്. സോ വിഡ്ത്ത് ആൻഡ് ഹൈറ്റ് ക്ലാസ്സസ് ആണ് നമ്മൾ പഠിക്കുന്നത്. സോ ഹൈറ്റ് ആൻഡ് വിഡ്ത്ത് ക്ലാസ് എന്ന് പറയുന്നത് വിഡ്ത്തിൻ്റെ ക്ലാസ് W, അതുപോലെ ഹൈറ്റിൻ്റെ ക്ലാസ് H ആണ്. നമുക്ക് 4 തരത്തിൽ ഇത് സെറ്റ് ചെയ്യാം. W 25, 50, 75, 100. ഉദാഹരണമായി W 25 ആണെങ്കിൽ നമ്മുടെ വിഡ്ത്ത് എന്ന് പറയുന്നത് അതിൻ്റെ പാരൻ്റ് എലമെൻറ്റിൻ്റെ 25% ആയിരിക്കും. സോ നമ്മൾ സെറ്റ് ചെയ്യുന്ന വിഡ്ത്തും ഹൈറ്റും എല്ലാം റിലേറ്റീവ്, അതിൻ്റെ പാരൻ്റ് എലമെൻറ്റിന് റിലേറ്റീവ് ആയിട്ടായിരിക്കും നമുക്ക് ലഭിക്കുക. സോ 50 കൊടുത്തു കഴിഞ്ഞാൽ 50% വിഡ്ത്ത് ലഭിക്കും. അതുപോലെ 75, 100 നമുക്ക് അതുപോലെ ലഭിക്കുന്നതായിരിക്കും. ഓട്ടോ കൊടുത്തു കഴിഞ്ഞാൽ ഡീഫോൾട്ട് ആയിട്ടുള്ള സ്റ്റൈൽ നമുക്ക് ലഭിക്കും. അതുപോലെയാണ് ഹൈറ്റിൻ്റെ ക്ലാസ് എന്ന് പറയുന്നത് H ആണ്. 25 കൊടുത്തു കഴിഞ്ഞാൽ പാരൻ്റ് എലമെൻറ്റിൻ്റെ 25% ഹൈറ്റ് ലഭിക്കും. അതുപോലെ 50%, 75%, 100%, ഓട്ടോ കൊടുത്തു കഴിഞ്ഞാൽ സാധാരണ ഡീഫോൾട്ട് ആയിട്ടുള്ള സ്റ്റൈൽ ലഭിക്കുന്നതായിരിക്കും. സോ ഇതെങ്ങനെ നമുക്ക് ചെയ്യാമെന്ന് നോക്കാം. സോ ഞാൻ ആദ്യമായി ഒരു കണ്ടെയ്നർ ക്രിയേറ്റ് ചെയ്യുന്നു. കണ്ടെയ്നർ ഫ്ലൂയിഡ്. അതിനുള്ളിൽ മറ്റൊരു ഡെവലപ്മെൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്നു. സോ ബോക്സ് 1 എന്ന് കൊടുക്കാം. ബോക്സ് 1 എന്ന് പറയുന്ന ഡെവലപ്മെൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്നു. കണ്ടെയ്നർ ഫ്ലൂയിഡിൻ്റെ ബാക്ക്ഗ്രൗണ്ട് നമ്മൾ BG വാണിംഗ് എന്ന് പറയുന്ന ഒരു ബാക്ക്ഗ്രൗണ്ട് കളർ കൊടുക്കുന്നു. സേവ് ചെയ്യുന്നു. സോ നമുക്ക് ഇനി ഈ കണ്ടെയ്നർ ഫ്ലൂയിഡിൻ്റെ ഹൈറ്റ് ഒന്ന് സെറ്റ് ചെയ്യാം. സോ കണ്ടെയ്നർ ഫ്ലൂയിഡ്, നമ്മൾ ഹൈറ്റ് ഒരു 500 പിക്സൽ കൊടുക്കുന്നു. സേവ് ചെയ്യുന്നു. സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കണ്ടെയ്നർ നമുക്ക് ലഭിക്കുന്നു. അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കളർ നമ്മളിവിടെ ഈ BG വാണിംഗ് കൊടുത്തു. സോ അതിനുള്ളിൽ നമ്മൾ ബോക്സ് 1 എന്ന് പറയുന്ന ഒരു മറ്റൊരു ഡെവലപ്മെൻറ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. സോ ബോക്സ് 1ന് നമുക്ക് BG പ്രൈമറി കൊടുക്കാം. അതുപോലെ ടെക്സ്റ്റ് കളർ നമുക്ക് വൈറ്റ് കൊടുക്കാം. സേവ് ചെയ്യാം. സോ ഇതിനുള്ളിൽ നമ്മൾ ഒരു കണ്ടൻറ്റ് എഴുതുന്നു. സോ ഹലോ എന്ന് പറയുന്ന ഒരു കണ്ടൻറ്റ് എഴുതുന്നു. സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ ലഭിക്കുന്നു. സോ ഇപ്പോൾ ഡീഫാൾട്ടായിട്ടുള്ള സ്റ്റൈലാണ്. സോ നമ്മൾ ഡീഫാൾട്ടായിട്ടുള്ള സ്റ്റൈലാണ് ലഭിച്ചിട്ടുള്ളത്. വിഡ്ത്തും ഹൈറ്റും ഓട്ടോയായിരിക്കും. സോ W ഓട്ടോ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരു ചേഞ്ചസ് ഒന്നും വരികയില്ല. അതുപോലെ നമുക്ക് ഹൈറ്റ് ഓട്ടോ എന്ന് കൊടുത്തു കഴിഞ്ഞാലും വലിയ ചേഞ്ചസ് ഒന്നും വരികയില്ല. സോ ഇനി ഉദാഹരണമായി എനിക്ക് ഇതിൻ്റെ W 25 എന്ന് കൊടുത്ത് നോക്കാം. സോ 25 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു പാരൻ്റ് എലമെൻറ്റിൻ്റെ, അതായത് കണ്ടെയ്നറിൻ്റെ 25% വിഡ്ത്ത് നമുക്ക് നമ്മുടെ ഈ ഒരു എലമെൻറ്റിന് ലഭിക്കുന്നതായിരിക്കും. നമ്മൾ സ്റ്റൈൽ അപ്ലൈ ചെയ്ത എലമെൻറ്റിന് ലഭിക്കുന്നതായിരിക്കും. സോ 50 കൊടുത്തു കഴിഞ്ഞാൽ 50% ലഭിക്കുന്നു. അതുപോലെ 75 കൊടുത്തു കഴിഞ്ഞാൽ 75% ലഭിക്കുന്നു. അതുപോലെ 100 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് 100% ലഭിക്കുന്നു. സോ ഇതുപോലെയാണ് ഹൈറ്റ് ക്ലാസ്. ഹൈറ്റ് ക്ലാസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് H എന്ന് പറയുന്ന ലെറ്ററിൽ നിന്നാണ്. സോ നമ്മൾ H ഓട്ടോ കൊടുത്തു കഴിഞ്ഞാൽ വലിയ വ്യത്യാസമൊന്നും ഉണ്ടായിരിക്കില്ല. അതുപോലെ നമുക്ക് H 25 കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പാരൻ്റ് എലമെൻറ്റിൻ്റെ 25% ഹൈറ്റ് ലഭിക്കുന്നു. H 50 ആണെങ്കിൽ പകുതി ലഭിക്കുന്നു. H 75 ആണെങ്കിൽ 3/4 ഭാഗം ലഭിക്കുന്നു. 100 ആണെങ്കിൽ ഇതുപോലെ ഫുൾ ഹൈറ്റ് ലഭിക്കുന്നു. സോ ഇത്തരത്തിൽ നമുക്ക് ഹൈറ്റും വിഡ്ത്തും സെറ്റ് ചെയ്യാം. ഉദാഹരണമായി ഞാനിവിടെ H 50 കൊടുക്കുന്നു. അതുപോലെ വിഡ്ത്ത് ഞാൻ W 25 കൊടുക്കുന്നു. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു രീതിയിലുള്ള ഒരു ബോക്സ് ലഭിക്കുന്നു. സോ ഇത്തരത്തിൽ നമുക്ക് വിവിധ രീതിയിൽ നമുക്ക് ഈ ഒരു ക്ലാസ് ഉപയോഗിച്ച് വളരെ ഈസിയായി പെട്ടെന്ന് നമുക്ക് ഹൈറ്റും വിഡ്ത്തും സെറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. സോ നമ്മൾ സെറ്റ് ചെയ്യുന്ന ഹൈറ്റ് വിഡ്ത്ത് എന്ന് പറയുന്നത് അതിൻ്റെ പാരൻ്റ് എലമെൻറ്റിന് റിലേറ്റ് ആയിട്ടുള്ള ഒരു സൈസ് ആയിരിക്കും നമുക്ക് ലഭിക്കുന്നത്.